ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും രണ്ട് സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. രണ്ടുപേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിനു ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനെ, നിനക്ക് ഓർമ്മയുണ്ടോ നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം? എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. രണ്ടുപേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. രണ്ടുപേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ, റീന എഴുന്നേക്ക്, വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്? എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മേഡം? ചേട്ടാ, 5 കിലോ തക്കാളി, പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മേഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ, അതെ അതെ. അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു. നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്നാ. ഇല്ല, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ? എന്താ ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി.
അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നതാ നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനയോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഡാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി സിറ്റി മുഴുവനും ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ 2 ആൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഢാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഢാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ 2 സഹോദരിമാരും ചേർന്ന് അവരുടെ 2 ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി. ഒരു ഗ്രാമത്തിൽ മീനയെന്നും റീനയെന്നും 2 സഹോദരിമാർ ജീവിച്ചിരുന്നു. റീന മൂത്തവൾ, പിന്നെ റീന അവളെക്കാൾ 2 വയസ്സിന് ഇളയതും. 2 പേരും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു. അവർ 2 പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. അവരുടെ അച്ഛനും റീന മീന എന്ന പേരിൽ ഒരു ഡാബയും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചതിനു ശേഷം റീനയും മീനയുമാണ് ആ ഡാബ നടത്തിക്കൊണ്ടുവന്നിരുന്നത്. മീനെ, നിനക്ക് ഓർമ്മയുണ്ടോ? നാളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുത്തു കൊണ്ടുവരണം. എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. രാവിലെ വാൻ റെഡിയാക്കാൻ ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുമുണ്ട്. നല്ല കാര്യം. വാ, നമുക്ക് കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കാം. ആ 2 സഹോദരിമാരും ഇതുപോലെ ഡാബയിലെ ജോലിയെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. 2 പേർക്കുമിടയിൽ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടേയില്ല. 2 പേർക്കും തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ, റീന എഴുന്നേക്ക്, വാ, നമുക്ക് വേഗം പുറപ്പെടണം. റീന ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ട് മീന റീനയെ തൊട്ടുനോക്കി. അപ്പോൾ റീനയ്ക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് മീന മനസ്സിലാക്കി. അയ്യോ, ഇതെന്താ? റീനയുടെ ദേഹം ചൂടുണ്ടല്ലോ. ഇവൾക്കിതെങ്ങനെ പെട്ടെന്ന് ഇത്ര പനി പിടിച്ചു? ഞാൻ ഉടനെ നല്ല ഡോക്ടറെ വിളിക്കണം. മീന ഉടനെ ഹരിയയോട് പറഞ്ഞ് ഒരു ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ഡോക്ടർ റീനയെ ചെക്ക് ചെയ്തിട്ട് ചില മരുന്നുകളും കുറിച്ചു കൊടുത്ത് അവളോട് നന്നായി വിശ്രമിക്കാൻ പറഞ്ഞു. മീനയും റീനയോട് നന്നായി വിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ മീനെ, നീ ഇപ്പൊ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഡാബ എങ്ങനെ നീ നോക്കും? ഈ സമയത്താണോ എനിക്ക് അസുഖമൊക്കെ വരേണ്ടത്? റീന,
നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം നിന്റെ ആരോഗ്യം നന്നായി നോക്ക്. ഞാനിപ്പോ ഹരിയോടൊപ്പം ചെല്ലാം. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ട് ഡാബയിലേക്ക് വരാം. അത് കഴിഞ്ഞ് നിന്നെ കാണാൻ വരാം. മീന ഇതുവരെ ഒരിക്കലും തനിച്ച് ഒരു കാര്യവും ചെയ്തിട്ടേയില്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവൾ ഹരിയെയും കൂട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ അവൾ ഒരു പച്ചക്കറി കടക്കാരനെ കണ്ടു. വരൂ മേഡം, വരൂ. ഏത് പച്ചക്കറിയാ പാക്ക് ചെയ്യേണ്ടത്? എല്ലാം ഫ്രഷാണ്. ഏതാണ് വേണ്ടത് മേഡം? ചേട്ടാ, 5 കിലോ തക്കാളി, പിന്നെ 10 കിലോ ഉരുളക്കിഴങ്ങ്. അയ്യോ മേഡം, ചേട്ടനെന്ന് വിളിക്കരുതേ. എനിക്കും നിങ്ങളുടെ പ്രായമാണ്. എന്റെ പേര് രാഹുൽ. എന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആഹാ, അതെ അതെ. അപ്പൊ രാഹുൽ അങ്ങുന്നേ. ഇങ്ങനെ രാഹുലിനും മീനയ്ക്കുമിടയിൽ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ മീന എന്നും പച്ചക്കറി രാഹുലിന്റെ കയ്യിൽ നിന്നേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവനോട് തന്റെ ഡാബയെക്കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. ഹാ, ഞാനും എന്റെ ചേച്ചിയാണ് ഡാബ നടത്തുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പൈസ പാതിയാക്കി വീതിക്കും. ഞങ്ങൾക്ക് അച്ഛനില്ല. എന്റെ ചേച്ചി വളരെ നല്ലവരാ. എന്നെ വളരെ നന്നായി നോക്കും. രാഹുൽ മീന പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേ നിന്നു. അതിനുശേഷം അവൻ ഇങ്ങനെ പറഞ്ഞു. മീനെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നു. ഹാ, പക്ഷെ ഞാനിപ്പോ ഡാബയിൽ ചെന്ന് പണി ചെയ്യണം. ഇന്ന് എന്റെ ചേച്ചിയും അവിടെയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല എങ്ങനെ നോക്കുമെന്ന് അറിയില്ല. ആ ശരി, എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. നിനക്ക് തനിയെ കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല. എനിക്കും നിന്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാം. മീന രാഹുലിനെ തന്നോടൊപ്പം ഡാബയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ഡാബ കണ്ട് രാഹുൽ മീനയോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ ഡാബ കാണാൻ അടിപൊളിയാണല്ലോ. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൽ റീന മീന ഡാബ എന്ന് പേര് വെക്കാതെ മീന ഡാബ എന്ന് മാത്രം പേര് വെച്ചാൽ മതിയായിരുന്നു. നീ എത്രത്തോളം സുന്ദരിയാ, എത്രത്തോളം അധ്വാനിക്കുന്നു. എന്റെ ആഗ്രഹം ഇതിൽ മീന ഡാബ എന്ന് മാത്രം മതിയെന്നാ. ഇല്ല, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഡാബ ഞങ്ങൾ രണ്ടുപേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് ഇതിന്റെ പേര് റീന മീന ഡാബ എന്നാണ്. ഇപ്പോൾ ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ആവശ്യം എവിടെ എന്താ? ഒന്ന് ചിന്തിക്ക്. ഇപ്പോൾ ഈ ഡാബ മുഴുവനും നിന്റെ സ്വന്തമാണെന്ന് കരുത്. നമുക്ക് രണ്ടുപേർക്കും എത്ര സന്തോഷത്തോടെ ജീവിക്കാം. റീനയ്ക്ക് ഒരുപാട് നാളായി രോഗം ഭേദമായതേയില്ല. മറ്റൊരു വശത്ത് രാഹുൽ മീനയെ പതുക്കെ പതുക്കെ റീനയ്ക്ക് എതിരായി മാറ്റി. അവൻ മീനയോട് ആ ഡാബ അവളുടെ പേരിൽ എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറയും. പിന്നെ അവളെ കല്യാണം കഴിക്കാമെന്നും പറയും. അങ്ങനെ രണ്ടുപേർക്കും സന്തോഷമായി ജീവിക്കാമെന്നും പറയും. മീനയും പതുക്കെ പതുക്കെ അവൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഡാബയുടെ മുദ്രപത്രം റെഡിയാക്കി റീനയെ കബളിപ്പിച്ച് അവളുടെ ഒപ്പും വാങ്ങിച്ചു. റീനയുടെ അസുഖം ഭേദമായതേയില്ല. അതുകൊണ്ട് റീന ഒന്നും ചോദിക്കാതെ ആ മുദ്രപത്രത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം മീന അവരുടെ പേരായ റീന മീന ഢാബ എന്നത് മാറ്റി മീന ഢാബ എന്ന് മാത്രം വെച്ച് രാഹുലിന്റെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പോൾ റീനയുടെ അസുഖവും ഭേദമായി. അവൾ ഢാബയിലേക്കും പോയി. അവൾ രാഹുലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ രാഹുലിനെ കണ്ടതും അവൻ ആള് ശരിയല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മീനെ, നീ എന്താ ചെയ്യുന്നത്? നീ എന്തിനാ നമ്മുടെ ബോർഡ് മാറ്റിയത്? പിന്നെ ഇതാരാ? ഇപ്പൊ ഈ ഡാബ എന്റെയാ. നിനക്ക് ഇതിലൊരു അർഹതയുമില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പേപ്പർ കാണിക്കാം. പിന്നെ റീന, നീ ഇവിടുന്ന് നിരന്തരമായി പോകുന്നത് നിനക്ക് നല്ലത്. പിന്നെ ഈ ഡാബയെ എന്റെ കാമുകനോടൊപ്പം നോക്കാൻ സമ്മതിക്കേ. രാഹുലാണ് ഇപ്പോൾ മീനയുടെ മനസ്സ് മാറ്റിയതെന്ന് റീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കുന്നത് ശരിയാവില്ല എന്നവൾ കരുതി. ഇതെല്ലാം ചെയ്തത് രാഹുലാണെന്നുള്ളത് റീനയ്ക്ക് വളരെ നന്നായി മനസ്സിലായി. രാഹുലിനോടുള്ള പ്രേമമാണ് മീനയെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. അതിനുശേഷം മീന ഡാബയുടെ മുൻപിൽ തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ റീന ഢാബ എന്ന പേരിൽ ഒരു ഢാബ റീന നടത്താൻ തുടങ്ങി. എന്നാൽ ഫേമസ് ആയ മീന ഢാബ ഉള്ളതുകൊണ്ട് റീനയുടെ ഢാബയിലേക്ക് ആരും തന്നെ വന്നില്ല. എന്റെ ഡാബ നന്നായി നടക്കുന്ന പോലെ ഞാൻ വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അത് കഴിഞ്ഞ് എനിക്ക് മീനയോട് സത്യം പറയാനാകൂ. എന്നിട്ട് രാഹുലിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനാകൂ. റീന ഒരുപാട് ചിന്തിച്ച ശേഷം അവൾക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ഒരു പാത്രത്തിൽ തന്നെ 54 തരത്തിലുള്ള ഭക്ഷണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കസ്റ്റമേഴ്സിന് ഒരുപാട് വെറൈറ്റി കിട്ടുമെന്നും അവൾ കരുതി. അപ്പോൾ ഒരു പാത്രം കൊണ്ട് തന്നെ അവരുടെ മനസ്സും വയറും ഒരുമിച്ച് നിറയുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും പുതിയതായി ചെയ്താൽ തന്റെ ഡാബയിലേക്ക് ഒരുപാട് ആൾക്കാർ വരുമെന്ന് അവൾ കരുതി. ഹാ, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പേര് ബാഹുബലി താലി എന്ന് വെക്കാം. പിന്നെ എന്റെ ഈ ബാഹുബലി താലി
സിറ്റി മുഴുവനും ഫേമസ് ആകും. റീന തന്റെ ബാഹുബലി ഥാലി ലോഞ്ച് ചെയ്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ റീനയുടെ ബാഹുബലി ഥാലി സിറ്റി മുഴുവനും ഫേമസ് ആയി. അങ്ങനെ അവളുടെ റീന ഢാബയെ എല്ലാവരും ബാഹുബലി റീന ഢാബ എന്ന് വിളിക്കാനും തുടങ്ങി. അവൾ ഒരുപാട് പണം സമ്പാദിച്ച് അവളുടെ ഢാബ വളരെ വലിയൊരു ഢാബയാക്കി മാറ്റി. ഇത് കാരണം മീനയ്ക്ക് തന്റെ മീന ഢാബ അടയ്ക്കേണ്ടതായി വന്നു. ഒരു രാത്രിയിൽ റീന തന്റെ ഢാബ അടച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ രണ്ടാൾക്കാർ ഒച്ചപ്പാടോടെ ബഹളമുണ്ടാക്കുന്നത് കേട്ടു. ആ, നിന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ബാക്കിയില്ലല്ലോ. എനിക്ക് നിന്റെ കൂടെ ഒന്നും ജീവിക്കാൻ വയ്യ. ഞാൻ പോകുക. നീ തന്നെ നിന്റെ ഢാബ നടത്ത്. ഒന്നും പറ്റില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇവിടെ ഈ ഢാബയിൽ തന്നെ നീ തൂങ്ങിച്ചാവ്. പക്ഷേ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ? പിന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. പണമുള്ളതുവരെ സ്നേഹമൊക്കെ കാണും. ഇപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് എനിക്കറിയില്ലേ. ഇത് എല്ലാം കേട്ട് മീന കരയാൻ തുടങ്ങി. രാഹുൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ റീന മീനയുടെ അടുത്തേക്ക് വന്നു. അവൾ മീനയെ കെട്ടിപ്പിടിച്ചു. മീന ഒരുപാട് കരഞ്ഞു. അവൾ റീനയോട് മാപ്പും ചോദിച്ചു. റീനയും അപ്പോൾ മീനയോട് ക്ഷമിച്ചു. അങ്ങനെ ആ രണ്ട് സഹോദരിമാരും ചേർന്ന് അവരുടെ രണ്ട് ഢാബയായ മീന ഢാബയും പിന്നെ റീന ഢാബയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി നാട് മുഴുവനും ഫേമസ് ആയി.